വയനാട്ടിലേക്ക് വരുമ്പോൾ അനൂപുണ്ട് വിശദാംശങ്ങളുമായി. അനൂപ്, ഇന്ന് ദുരന്തമേഖലയിൽ പ്രത്യേകിച്ച് ചാലിയാർ കേന്ദ്രീകരിച്ച് ആയിരിക്കും വിശദമായ തെരച്ചിൽ നടത്തുക. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ ദൈർഘ്യത്തിലായിരിക്കും ഒരു സംഘം തെരച്ചിൽ നടത്തുക. ചാലിയാറിൽ വിശദമായ തെരച്ചിൽ ഇന്നും നാളെയും നടത്താനാണ് നീക്കം. നിലവിൽ എപ്പോഴാണ് ഈ തെരച്ചിൽ ആരംഭിക്കുക? ഇന്നത്തെ ഈ ഒരു തെരച്ചിൽ എത്രത്തോളം നിർണായകമാണ്? ഇന്നത്തെ തിരച്ചിൽ നിർണായകമാണ്. അതിൻ്റെ കാരണം ഈ ചാലിയാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത് എന്ന ഒരു കാര്യമുണ്ട്. അത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തെരച്ചിലും ഈ ഭാഗങ്ങളിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ മറ്റ് പരിശോധനകളെല്ലാം ഇന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരം നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്ന് ഏറ്റവും ദുർഘടമായ മേഖലയിൽ സേനാ വിഭാഗങ്ങൾ മാത്രം, അതോടൊപ്പം മനുഷ്യന് അല്ലെങ്കിൽ കയറി ചെല്ലാൻ പറ്റുന്ന വനമേഖലയിൽ അല്ലെങ്കിൽ മറ്റ് അപകട സാധ്യതകളില്ലാത്ത ദുർഘടമല്ലാത്ത മേഖലകളിൽ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സംഘം, ഇങ്ങനെ 2 സംഘം, ഒന്ന് മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വനമേഖല വരെയുള്ള താഴ്ഭാഗത്ത് നിന്ന് ഈ പരപ്പൻപാറ വനമേഖല വരെയുള്ള സൺറൈസ് വാലിയുടെ താഴ്വാര മേഖലകളിൽ വരെ ഒരു സംഘം തെരച്ചിൽ നടത്തും. പാണന്തോടിൽ നിന്ന് മുകളിലോട്ടുള്ള ഭാഗം 10 സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള 50 അംഗ സംഘം തെരച്ചിൽ നടത്തും. ഇങ്ങനെ 2 ഘട്ടങ്ങളിലായാണ് രാവിലെ മുതൽ, അല്പസമയത്തിനകം തെരച്ചിൽ ആരംഭിക്കും. രാവിലെ മുതൽ ഈ ഒരു തെരച്ചിൽ നടത്തുക. പ്രധാനമായി വനമേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടും തടസ്സമെല്ലാം ഉണ്ട്. അതുകൊണ്ട് അല്പസമയത്തിന് ശേഷമായിരിക്കും ഈ ഒരു ശ്രമം നടക്കുക. വന്യമൃഗ ശല്യമൊക്കെ ഉള്ള ഒരു വലിയ ദുർഘടമായ മേഖലയാണ് ഇന്ന് തെരച്ചിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ. ആ മേഖലയിൽ നിന്ന് നിരവധി മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടെത്തിയിരുന്നു. ഈ മുകൾ ഭാഗത്ത്, അതായത് പുഞ്ചിരിമറ്റം മുതൽ ചൂരൽമല വരെയുള്ള ഭാഗങ്ങളിൽ നടത്തിയ തെരച്ചിലിൽ കാര്യക്ഷമമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ആ തെരച്ചിൽ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ജനകീയ തെരച്ചിൽ 2000-ഓളം പേർ പങ്കെടുത്ത ജനകീയ തെരച്ചിൽ പല മേഖലകളിലുമായി വിശദമായി നടന്നു. അത് 2 ദിവസങ്ങളിലായാണ് നടന്നത്. ഏതായാലും ആ തിരച്ചിലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റ് വിവരങ്ങളൊന്നും ഈ മേഖലയിൽ നിന്നും ഇപ്പോൾ ലഭ്യമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ താഴ്വാര മേഖലകളിലേക്ക് കൂടി ഈ തെരച്ചിൽ കൂടുതൽ ശക്തമായി വ്യാപിപ്പിക്കാനുള്ള തീരുമാനം ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. അതിന് പ്രധാന കാരണം ഇതുതന്നെയാണ്, ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള സാധ്യത. ഏതായാലും ആ തെരച്ചിലെല്ലാം സമയത്തിനകം ആരംഭിക്കും. ഈ പാണയംകയത്തിൽ അതിൻ്റെ ഒരു വിശദവിവരങ്ങൾ 10 സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ 50 അംഗ സംഘമായിരിക്കും ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുക. ഈ പാണയം മുതൽ പൂക്കോട്ടുപാടം അല്ലെങ്കിൽ പൂക്കോട്ടുമന വരെയും, പൂക്കോട്ടുമനം മുതൽ ചാലിയാർ മുക്ക് വരെയും, ഇതെല്ലാം ഈ മലപ്പുറം ജില്ലയുടെ അതിർത്തി മേഖലയായിട്ടുള്ള നിലമ്പൂർ വനമേഖലയാണ് കേട്ടോ. അതായത് ആ മേഖലയിലാണ് താഴ്ഭാഗം മുതൽ ഈ പരപ്പൻപാറ വരെയുള്ള ഒരു വിശാലമായ ഒരു വനമേഖലയുള്ളത്. ഈ ചൂരൽമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ പുഞ്ചിരിമറ്റത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഈ കൈത്തോട് നേരെ ചെന്ന് പതിക്കുന്നത് സൂചിപ്പാറയുടെ താഴ്ഭാഗത്താണ്. അവിടെ വെച്ചാണിത് ചാലിയാർ പുഴയായി പിന്നീട് നിലമ്പൂർ മേഖലയിലേക്ക്, മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത്. ആ മേഖലകളിൽ നിന്നൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ നിരവധിയായ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇനി ഈ വനത്തിൽ എവിടെയെങ്കിലും ഈ മൃതദേഹഭാഗങ്ങളോ തടഞ്ഞു നിൽപ്പുണ്ടോ, അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടോ തുടങ്ങിയ ഒരു സംശയമാണ് നേരത്തെ തന്നെ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നത്. അത് സാധൂകരിക്കുന്ന വിധത്തിൽ ഈ പരപ്പൻപാറ വനമേഖലയിൽ നിന്ന് പോലും മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ വിശദമായൊരു തെരച്ചിലാണ് ജില്ലാ ഭരണകൂടം ഉദ്ദേശിക്കുന്നത്. സംയുക്ത തെരച്ചിലാണ്. പല മേഖലകളിൽ നിന്നെത്തിയ വിവിധ സേനാ വിഭാഗങ്ങളുടെ ഒപ്പം സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുന്ന തെരച്ചിലാണ് നടക്കുക. ഈ പരപ്പൻപാറ വനമേഖലയിൽ, അതീവ ദുർഘടമായ മേഖലയിൽ സേനാ വിഭാഗങ്ങൾ മാത്രമായിരിക്കും. അത് NDRFിൻ്റെയും അതോടൊപ്പം ഫോറസ്റ്റിൻ്റെയും പ്രാദേശിക ഒരു അറിവുള്ള വനവകുപ്പ് ജീവനക്കാരുടെയും അതോടൊപ്പം ഈ മറ്റ് സേനാ വിഭാഗങ്ങളുടെയും സൈന്യത്തിൻ്റെ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ ആ സംഘത്തിലുണ്ട്. വനമേഖലയാണ് ഇവിടം. അതുകൊണ്ട് ആ മേഖലയിലേക്ക് സന്നദ്ധ പ്രവർത്തകർക്ക് പ്രവേശനമില്ല. പ്രത്യേകിച്ച് വന്യമൃഗ ശല്യമൊക്കെ ഉള്ള പ്രദേശമാണ്. കഴിഞ്ഞ ദിവസം തന്നെ കാട്ടാനയുടെ എല്ലാം ഒരു സാന്നിധ്യം ഈ രക്ഷാപ്രവർത്തനത്തിന് ഇടയ്ക്കിടെ തടസ്സം സൃഷ്ടിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ മേഖലയിലേക്ക് ഒരു പ്രാഗൽഭ്യവും പരിശീലനവും ലഭിക്കാത്തവരെ ഇന്നേതായാലും പ്രവേശിപ്പിക്കുന്നില്ല. അതേസമയം പൊതുവിൽ ഉള്ള തെരച്ചിൽ, അതായത് ഈ പുഞ്ചിരിമറ്റം മുതൽ ചൂരമല വരെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്നു വന്ന തെരച്ചിലിൽ ഈ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കും. ഇന്നത്തെ പ്രത്യേകത, ഈ ക്യാമ്പുകളിൽ നിന്ന് എത്തുന്നവർ ഈ തെരച്ചിലിൽ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ്. ഏതായാലും ആ വിധത്തിൽ അതിശക്തമായൊരു തെരച്ചിലാണ് ഇന്നും ജില്ലാ ഭരണകൂടം ആസൂത്രണം ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ചാലിയാർ പുഴയുടെ തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന വനമേഖലകളിൽ. തീർച്ചയായിട്ടും ഈ പരപ്പൻപാറ മേഖലയിലടക്കം ഇന്നലെയും നമുക്ക് മൃതദേഹ ഭാഗങ്ങൾ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ അവിടം കേന്ദ്രീകരിച്ചുള്ള ഒരു
തെരച്ചിലെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ തെരച്ചിൽ ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അനൂപ്, മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ മഴ ഒരു വെല്ലുവിളിയായി തുടരുന്നു എന്നുള്ളതാണ്. കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ പ്രദേശത്ത്, ദുരന്ത പ്രദേശത്ത് മഴ പെയ്തു. അത് കാരണം തെരച്ചിൽ കുറച്ച് നേരത്തേക്കൊക്കെ ഒരു 5 മണിയോടടുപ്പിച്ച് വരെ നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ മഴ പെയ്താൽ വീണ്ടും അതൊരു വെല്ലുവിളിയായി തന്നെ തുടരും. അപ്പോൾ അത് മുൻനിർത്തി, അല്ലെങ്കിൽ ആ മഴ എന്നുള്ളൊരു ഫാക്ടർ മുൻനിർത്തിയാൽ ഈ പ്രത്യേകിച്ച് ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ടോ? കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയുണ്ടെങ്കിൽ വെല്ലുവിളി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു ദുർഘട മേഖലയിലേക്കാണ് ഇനി തിരച്ചിൽ വ്യാപിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സമയക്രമീകരണം ഇന്നത്തെ തെരച്ചിലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? നമുക്ക് ഈ തെരച്ചിലിൻ്റെ ഏറ്റവും പ്രതിസന്ധി ആദ്യഘട്ടം മുതൽ, ഈ ദുരന്തമുണ്ടായ അന്നു മുതൽ ബാധിച്ചത് ഈ കനത്ത മഴ ഈ പ്രദേശത്ത് പെയ്യുന്ന സാഹചര്യമാണ്. കനത്ത മഴയാണ് ഈ മേഖലയിൽ ഏതാണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയെല്ലാം പെയ്ത മഴയിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് ഈ പ്രദേശത്താണ്. ഈ പ്രദേശത്തിന് പ്രത്യേകത, ഈ മലമുകളിൽ മഴ പെയ്താൽ പെട്ടെന്ന് ഈ ചൂരൽമല ഉൾപ്പെടുന്ന, ഈ പുഞ്ചിരിമറ്റം ഉൾപ്പെടുന്ന മേഖലയിലൂടെ ഒഴുകുന്ന പുഴ പെട്ടെന്ന് കരകവിയുകയും അത് വലിയ കുത്തൊഴുക്കായി മാറി ചാലിയാറിലേക്ക് ഒഴുകി പോവുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് ആദ്യ ദിവസങ്ങളിൽ തന്നെ വലിയ പ്രതിസന്ധിയാണ്, ഈ തെരച്ചിലിന് വലിയ പ്രതിസന്ധി, ബുദ്ധിമുട്ടുമാണ് സൃഷ്ടിച്ചത്. ഇന്നലെ വൈകിട്ട് നമ്മൾ കണ്ടതാണ്, ഈ മുണ്ടക്കൈ മേഖലയിൽ ശക്തമായ മഴ പെയ്തു. അതുകൊണ്ട് തന്നെ ഈ താഴെ നിലമ്പൂർ ഭാഗങ്ങളിലെല്ലാം വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായി. അതെല്ലാം തെരച്ചിലിന് തീർച്ചയായും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഘടകം തന്നെയാണ്. അതിനെ മറികടക്കുക എന്നുള്ളതാണ് ഈ രക്ഷാദൗത്യത്തിൽ അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്ന സേനാ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്കുള്ളത്. അതീവ ദുർഘടമായ മേഖലയാണ് പരപ്പംപാറ വനമേഖല ഉൾപ്പെടുന്ന സ്ഥലം. അവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ഒരു പ്രതിസന്ധിയാണ്. അതോടൊപ്പം ഈ കാലാവസ്ഥ പ്രതികൂലമാവുന്നത് ഒരു പ്രതിസന്ധിയാണ്. പിന്നീട് ഈ ചളി വന്ന് അടിഞ്ഞു കിടക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതിലൂടെയുള്ള നടന്നു പോകാൻ പോലും പറ്റാത്ത വിധത്തിൽ ചളി ഈ ചാലിയാറിൻ്റെ 2 തീരങ്ങളിൽ, അല്ലെങ്കിൽ ഈ സൺറൈസ് വാലിയുടെ തീരപ്രദേശത്തോട് ഒഴുകുന്ന ഈ പുഴകളിലെല്ലാം 2 തീരങ്ങളിലായി ചളി വന്ന് അടിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ആ മേഖലകളിലേക്ക് നടന്നു പോകാനൊന്നും വളരെ ദുഷ്കരമാണ്. പ്രത്യേകിച്ച് ഈ സൺറൈസ് വാലിയിലൂടെ കടന്ന് വേണം ഈ പരപ്പംപാറ സെറ്റിൽമെൻറ്റിലേക്ക് ഏതാണ്ട് 2 കിലോമീറ്ററോളം നടന്ന് എത്താൻ. ഏതായാലും ഈ നിലമ്പൂർ മേഖലയിൽ നിന്ന് ഇന്ന് ആരംഭിക്കുന്ന ഈ തെരച്ചിൽ ഏതാണ്ട് ഒരു ഉച്ച വരെ ആയി അതിൻ്റെ സമയം ക്രമീകരിച്ചിട്ടുണ്ട്. ആദ്യ സംഘം ഈ പരപ്പംപാറ മേഖല വരെ, മുണ്ടരി ഫാം മുതൽ പരപ്പംപാറ മേഖല വരെ എത്തുന്ന ഈ സംഘത്തിന് ഉച്ചയ്ക്കോടുകൂടി അത് പൂർത്തീകരിക്കാൻ സാധിക്കണമെന്നാണ് ഇപ്പോൾ ഒരു തീരുമാനമുള്ളത്. മറ്റ് ഈ പാണയന്തോട് മുതലുള്ള ഇതും ഏതാണ്ട് ഈ ഒരു സമയക്രമീകരണം എത്രയും വേഗത്തിൽ ആ സ്ഥലങ്ങളെത്തുക. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്താണ് ആ ഒരു തീരുമാനം. ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ തീർച്ചയായും തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വരും. അവർക്ക് തിരിച്ച് വനമേഖലയിൽ നിന്ന് തിരിച്ചെത്താനുള്ള സമയം കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദുർഘട മേഖലകളിലേക്ക് തിരിച്ചെത്താൻ ഒരു ദുർഘട പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ദുർഘടമായ വഴികളുള്ള മേഖലകളിലേക്ക് സന്നദ്ധ പ്രവർത്തകരോ നാട്ടുകാരെയൊന്നും പ്രവേശിപ്പിക്കാതെ ആ മേഖലകളിൽ തിരച്ചിലിൽ നേരത്തെ തന്നെ പരിശീലനവും വൈദഗ്ധ്യമുള്ള പരിശീലനം ലഭിച്ചവരെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഏതാണ്ട് ഒരു 4 മണിയോടുകൂടി തന്നെ പ്രാഥമികമായി നമുക്ക് സംശയമുള്ള ഇടങ്ങളിൽ കൂടുതൽ തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഒരു ഔദ്യോഗിക തീരുമാനം. അതിനായി ഈ മേഖലകളിലേക്ക് അല്പസമയത്തിനകം തന്നെ ഈ പ്രത്യേക സംഘങ്ങൾ പുറപ്പെടും. ഏതായാലും ആ മേഖലയിലേക്ക് നമുക്കറിയാം എത്തിപ്പെടുക എന്നുള്ള വലിയ ദുഷ്കരമായിട്ടുള്ള സാഹചര്യം നേരത്തെ തന്നെ ഉള്ളതാണ്. വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം മറികടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും തെരച്ചിൽ അനിവാര്യമായൊരു സ്ഥലമാണ് ഈ മേഖല എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 80ഓളം ഇത്തരത്തിൽ ഈ ദുരന്തത്തിൽ കാണാതായിട്ടുള്ള ആളുകളെ തിരിച്ചറിയേണ്ടതും അവരെ കണ്ടെത്തേണ്ടതും എല്ലാം ഉണ്ട്. അപ്പോൾ ആ മേഖലയിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുന്ന കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ വിശദമായൊരു പരിശോധന, കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നിന്ന് ചില ശരീരഭാഗങ്ങളെല്ലാം ലഭിച്ചിരുന്നു. അത് മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള പരിശോധനകളൊക്കെ എല്ലാം അതിൻ്റെ ഭാഗമായി തന്നെ പൂർത്തിയാക്കുകയും ക്രമീകരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. DNA പരിശോധനകളെല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ നടത്തിയ DNA പരിശോധനകൾ ഉൾപ്പെടെയുള്ള ഫലം ഇനി വരാനുണ്ട്. അതുകൂടിയായിരിക്കും ഈ ബന്ധുക്കൾക്കും മറ്റും അവരെ ഇത്തരത്തിൽ കാണാതായവരെ തിരിച്ചറിയാനും മറ്റുമുള്ള കാര്യങ്ങളിൽ സഹായകമാവുക. ഏതായാലും അത്തരം കാര്യങ്ങളെല്ലാം ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. അതോടൊപ്പം പുനരധിവാസം സംബന്ധിച്ചുള്ള ആദ്യ നടപടിക്രമങ്ങളും പൂർത്തിയായി വരുന്നു. ആദ്യഘട്ടത്തിൽ 224 വീടുകൾ കണ്ടെത്തുകയും 100 വീട്ടുകാർ അവരുടെ വീടുകൾ വാടകയ്ക്ക് നൽകാനുള്ള സന്നദ്ധ അറിയിക്കുകയും എല്ലാം ചെയ്തൊരു സാഹചര്യമുണ്ട്. പുനരധിവാസ പ്രക്രിയ അല്ലെങ്കിൽ പുനരധിവാസ പദ്ധതി സർക്കാർ ആദ്യം ഒരു താൽക്കാലിക പുനരധിവാസമാണ് ഉദ്ദേശിക്കുന്നത്. ഈ മേഖലയിൽ നിന്ന് സമീപത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ സുരക്ഷിത മേഖലകളിലേക്ക് ഈ ദുരന്ത ബാധിതരെ മാറ്റിപ്പാർപ്പിക്കുക, ഈ ദുരന്ത ബാധിത മേഖലകളിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളതാണ് അതിൽ
പ്രധാനം. അതായത് അതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം പുരോഗമിക്കുകയാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് അവരെ പെട്ടെന്ന് തന്നെ ഈ താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാം നടക്കുകയാണ് ഒരു വശത്ത്. അതോടൊപ്പം തന്നെ അതിശക്തമായ ഒരു തെരച്ചിൽ കൂടുതൽ സംഘാംഗങ്ങളെ ഉപയോഗിച്ച് കൂടുതൽ സാധ്യതയുള്ള മേഖലകളിൽ ഇന്നും തുടരും. തീർച്ചയായിട്ടും ഇന്നും ഈ ചാലിയാർ കേന്ദ്രീകരിച്ച് വിശദമായ തെരച്ചിൽ നടത്തും. അതോടൊപ്പം തന്നെ മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ ദൈർഘ്യത്തിലായിരിക്കും ഒരു സംഘം തെരച്ചിൽ നടത്തുക. 2 സംഘമായിരിക്കും തെരച്ചിൽ ഏർപ്പെടുക. അതിനായി എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. അല്പനിമിഷത്തിനുള്ളിൽ തന്നെ തെരച്ചിൽ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ ഉച്ചവരെയായിരിക്കും തെരച്ചിൽ. അതിനുശേഷം കാലാവസ്ഥ അടക്കമുള്ള ഘടകങ്ങൾ പരിശോധിച്ചിട്ടായിരിക്കും തെരച്ചിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള തെരച്ചിൽ നടക്കുക. വിശദാംശങ്ങളാണ് അനൂപ് KR നൽകിയത്.